ആരെങ്കിലും ബാക്കിയിട്ട് സന്തോഷപ്പെടുത്തട്ടെ. അപ്പോ അങ്ങനെ നമ്മള് അതാ പിന്നെ ദിവസം നിങ്ങളോട് നിങ്ങളെല്ലാം ഒരുങ്ങിയിട്ട് വരാമെന്ന് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കുളിച്ച് വരാൻ നമുക്ക് എന്താക്കുന്നുണ്ട് ജയറാനിലേക്ക് പോകാൻ. റസൂലുള്ളാഹി തങ്ങൾ പ്രസിദ്ധമായ ഉംറക്കെല്ലാം ചെയ്ത ബഡാ ഉംറ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചരിത്രം വിശദീകരിച്ചവരെ ജയറാൻ പെണ്ണിന്റെ പേരുള്ളവർ അതെല്ലാം വിശദീകരിച്ചതാക്കാം. ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറഞ്ഞു അല്ലാഹു തൗഫീഖ് അങ്ങനെ അപ്പോ പറഞ്ഞു വന്നത് അങ്ങനെ അതിന്റെ മുമ്പ് ശരിയാ ആ ജിറാനിലേക്ക് പോകുന്ന വഴിയില് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഉമർ ഫാറൂഖ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സ്വർഗ്ഗത്തിലും ഇങ്ങനത്തെ ഇന്നും ആ ദുനിയാവുള്ള സ്വർഗ്ഗത്തിലും മൂന്നാണ് മക്കൾ. അങ്ങനെ ആ സ്വർഗ്ഗത്തോട്ടിലെ നിസ്കരിക്കാൻ വേണ്ടി നടന്നു വന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് ഒരു മിനിറ്റ് എത്താൻ വേണ്ടി ആദ്യമായി തെറ്റിക്കൂട്ടുകയാണ്. അള്ളാഹു തൗഫീഖ് അള്ളാഹു കാണാൻ തൗഫീഖ്. അങ്ങനെ നമ്മള് അതാ റസൂലുള്ളാഹിന്റെ മക്കളിൽ നിന്ന് മദീനയിൽ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിന്ന് മദീനയിൽ, 2 ഭാര്യമാരല്ലാത്ത മറ്റു ഭാര്യമാർ മുഴുവനും അല്ലേ അതാ ബഹുമാനപ്പെട്ട ആയിഷ എടുക്കാൻ വേണ്ടി വെച്ച സ്ഥലം അതാ ഓരോ താമസങ്ങൾ കൊടുത്തിട്ട് ആയിഷ കിടക്കുന്നു. എനിക്ക് സുഖമില്ലാതെ എനിക്ക് ആഫീസ് തന്നുകൊണ്ട് ആരോഗ്യം തന്നുകൊണ്ട് മക്കത്ത് എത്തിച്ചുകൊണ്ട് മദീനത്തെത്തിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് ചെയ്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ നീ ഭാഗ്യം നൽകിയല്ല എന്നിട്ട് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ ലബ്ബൈക ചെല്ലണം, സലാത്ത് ചെല്ലണം, സ്വർഗ്ഗം ചോദിക്കണം, അതാ നരകത്തിൽ തൊട്ട് കാവൽ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിൽ മുഴുവൻ വരേണ്ടത് അല്ലാഹ് ഞാൻ ചെയ്യാൻ പോകുന്ന ഹജ്ജ് നീ സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം മദീനയിൽ വെച്ചുകൊണ്ട് പരിപൂർണമായിട്ട് നമുക്ക് തൗബ ചെയ്യാം. പരിപൂർണമായി തൗബ ചെയ്തുകൊണ്ട് ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം പൊരുത്തപ്പെടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മക്കത്തെ പോകുന്ന സമയത്ത് വിധാനം കാസർഗോഡ് ഒഴിച്ചുപോയതുകൊണ്ട് 132 കിലോമീറ്ററിന് എവിടുന്ന് മക്കത്തെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കണം വിധാനിക്കാം. അങ്ങനെ അതാ മദീനയിൽ നിന്ന് ഹബീബായ മുത്തനബിയുടെ ചാരത്ത് നിന്ന് നമ്മുടെ ഹജ്ജിന്റെ പ്രിയപ്പെട്ട നീ സ്വർഗ്ഗം അനുഗ്രഹിക്കണം. പാപ്പാന്റെ കബറിൽ നീ വിശാഖരണം. വർഷക്കാലം 93 കാലത്തിൽ ഒന്നിച്ച് പോയിട്ട് ഏകദേശം 2018 ഒന്നിച്ചുകൊണ്ട് ഒരു വർഷം പോലും മുടങ്ങാതെ വാപ്പാനൊന്ന് ചൂണ്ടുവന്നാ നീ വാപ്പാത്തിന് സ്വർഗ്ഗം നൽകണം. അപ്പോ എന്റെ വാപ്പ ചെയ്യുന്നത് ഞാനിങ്ങനെ വാക്സിൻ നടന്നതാണ്. അല്പം ചിരിച്ച സമയത്ത് സഹാബത്ത് ചോദിച്ചു എന്താണ് നബിയെ ചിരിച്ചത്? ഓ സഹാബ, ഇബ്ലീസ് അവന്റെ തലയിൽ മണ്ണിട്ടുകൊണ്ട് ഓടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതാണ് ഭൂമി. എന്റെ ഉമ്മമാരെ മനസ്സിലാക്കണം, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മളെ പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹ് ഫാത്തിൻ ഞാൻ എപ്പോഴാണ് അറഫയിലേക്ക് എത്തിക്കുന്നത്, ഫാത്തിൻ നീ എപ്പോഴാണ് ഹജ്ജ് ചെയ്യുന്നതെന്ന് അല്ലാഹ് തീരുമാനിച്ചു. നമ്മളെ കൊണ്ടുവന്ന് വെറുതെ പറയണം ഇന്ന് ഞാൻ എത്ര പോയി പോകുന്നത് ആര് തീരുമാനിക്കുന്നത്? അല്ലാഹ് തീരുമാനിക്കുന്നത്. ഈ പറയുന്ന ആൾക്ക് പോകാൻ പറ്റില്ല. ഞമ്മ പിരാന്തൻ എന്നൊരാൾ വിളിക്കുന്നത്, ഈ പിരാന്തൻ നാളെ സ്വർഗത്തിൽ ഞമ്മാര് ഈ വിളിച്ച് ഞമ്മ അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഹാജിമാര്, ഹജ്ജിമാര്, നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് ഏറ്റേറ്റ് പറയുന്ന ആ വലിയൊരു സ്ഥലം. ഇതേപോലെ തന്നെ നമ്മൾ അല്ലാഹു തൗഫീഖ്
അങ്ങനെ ഞാൻ വരുത്തിട്ടുണ്ട്. അല്ല പ്രവർത്തകർ ഇങ്ങനെ 70ഓളം കല്ലുകളാണ് ഹാജിമാരെ പറക്കേണ്ടത്. നല്ല സംഖ്യ, ഇഷ്ടംപോലെ കല്ലുണ്ടാവും അല്ലേ? ആ പറക്കുന്ന സമയത്ത് 80, 90, 100 എത്ര വേണം പറക്കിക്കോളി, കുറച്ച് ആരെണ്ണം പറക്കിക്കോളി, പറഞ്ഞാൽ കൊടുക്കാം. റസൂലുള്ളാഹി അങ്ങനെ ചെയ്ത് കഴിവില്ലാത്ത ആളുകൾക്ക് കഴിയുന്ന ആളുകൾ എന്താക്കുന്നുണ്ട്, വാഹനത്തിലേക്ക് കല്ലുകൾ പറക്കി കൊടുക്കും. അങ്ങനെ 70ഓളം കല്ലുകൾ പറക്കി നമ്മൾ കബറിലാക്കി. ഉസ്താദ് ഞാൻ കേട്ടത്, ഉസ്താദ് അതിന്റെ കൂട്ടുകെടുത്തന്നെ കൊണ്ടുപോയി വരും കല്ലിടാറുണ്ട്. എങ്ങനെ കല്ലെറിയേണ്ടത് എല്ലാം ഒരു ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ മാബുദാജി മണ്ണെടുക്ക് ഓർമ്മയുണ്ട്. 10-25 കൊല്ലം പിന്നെ എന്താക്കുന്നുണ്ട് ഇപ്പോഴും കാര്യം. അപ്പൊ ഒരേ സ്ഥലത്തേക്കല്ലേ ഒരേ സ്ഥലത്തേക്കല്ലേ ഇപ്പൊ എത്ര സ്ഥലമാക്കിയിട്ടുണ്ട്? 1, 2, 3, 4 തട്ട്. കിഴക്ക് ഭാഗത്ത് വരുന്ന ഒരാൾക്ക് ഒരു തട്ട്, വടക്ക് ഭാഗത്ത് വരുന്ന ആൾക്ക് ഒരു തട്ട്, പടിഞ്ഞാറ് വരുന്ന ഒരു തട്ട്. അതിന് സമയം എന്ത് വിഷാദ ഇങ്ങനെ ഒരു പഠിക്കണ്ടേ. ഏറ്റവും അച്ഛന്റെ ഏറ്റവും സൗകര്യം ഉണ്ടാക്കുന്നത് കല്ലുകളിയാണ്. അങ്ങനെ നമ്മുടെ മുസ്തലിഫയിൽ നിന്ന് കല്ലുകൾ പെറുക്കിയിട്ട് നേരെ അടുത്ത് പോന്ന് നമ്മൾ 8 ചെന്ന് താമസിച്ച ഇടയ്ക്ക് മീനാ പോയി. എപ്പോ പോയത്? നമ്മൾ രാത്രി 8 മണിക്ക് എത്തിയെങ്കിലും 9 മണിക്ക് എത്തിയെങ്കിലും അവിടെ നിന്ന് മഗ്‌രിബ് ഇശാ നിസ്കരിച്ചിട്ട് രണ്ടും പെറുക്കിയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എങ്ങനെ 4 മണിക്ക് 3 മണിക്ക് ബസ് എങ്ങനെ റെഡിയാക്കാം എന്ന് ചിന്തിച്ചിട്ട് ബസ്സിന്റെ ഡ്രൈവറെ പിടിച്ചിട്ട് റെഡിയാക്കി ഞാൻ എന്താക്കാം. അനുഗ്രഹങ്ങളും നൽകപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽ നല്ല അനുഭവമുള്ള ആളുകളുണ്ട്, ഉസ്താദുമാരൊക്കെ ഉണ്ട്. അതാണ് സമയങ്ങളിൽ ആ മഹത്തായിരിക്കുന്ന ആ ഭൂമിയിൽ വെച്ച് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ക്ലാസുകളും ഉണ്ടാകുമെന്ന് കരുതുന്നു. അല്ലാഹു നമുക്ക് എല്ലാത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അവന്റെ തഅത്തിലായി നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു ഈ 2 വാക്കിന്റെ അവസരം തന്ന ഹാജിയാർക്കും എല്ലാവർക്കും സന്തോഷം അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.